കർക്കിടക വൃശ്ചികം മീനോമ്പേട്ട കർക്കിടകം വൃശ്ചികം ധനുരാശി ധനുരാശി ആരൂഢം ലഗ്നത്തിൽ ബുധൻ. ആ പേപ്പർ താ അമ്മേ. ഫാൻറ്റം കോട്ടയിൽ നിന്ന് പുറത്തു ചാടിയത് ഞാനൊന്ന് നോക്കിയിട്ട് തരാം. പുതിയ സിനിമ റിലീസ് ആയെന്ന് ഞാനും നോക്കട്ടെ അമ്മേ. ഇന്ന് ഞായറാഴ്ചയല്ലേ? ശിവദാസ പണിക്കരുടെ വാരഫലം ഇന്നത്തെ പത്രത്തിലാ. എന്റെ കവിത വരേണ്ട സമയം കഴിഞ്ഞു. ഇന്നത്തെ പത്രത്തിൽ എങ്ങനെ ഉണ്ടാകും നോക്കിയേ. ഇത് മുഴുവൻ പരസ്യം തന്നെ. ചതയം വായിക്കട്ടെ. ചതയം നക്ഷത്രക്കാർക്ക് പുതുവർഷം പൊതുവെ ഗുണകരമായിരിക്കും. പക്ഷേ അസാൻമാർഗിക കാര്യങ്ങളിൽ ഇടപെടാനും സ്ത്രീകൾ മുഖേന മാനഹാനി, ധനനഷ്ടം, ശാരീരിക പീഡനം എന്നിവയ്ക്കും സാധ്യതയുണ്ട്. അല്ലെങ്കിലും എനിക്കറിയാം, അല്പം കളറുള്ള ഒരു തുണി കണ്ടാ മതി. എന്തൊരിളക്കവാ! ദേ, പിള്ളേര് പ്രായമായി വരിക. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചാ കൊള്ളാം. ദൈവമേ, ഇനി എന്തൊക്കെ നടക്കുവോ ആവോ. എടി, ആരാണ്ട് ഏതാണ്ട് പത്രത്തിൽ എഴുതുന്നു പറഞ്ഞ് നീ എന്തിനാ എന്റെ മേക്കെട്ട് കയറുന്നേ? ആരാണ്ട് ഏതാണ്ട് എഴുതിയെന്നോ? ശിവദാസ പണിക്കർ ആരാണെന്നാ വിചാരം? അദ്ദേഹം എഴുതുന്നതൊക്കെ അച്ചട്ടാ. കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം തന്നെ എടുക്കാം. ചതയ നക്ഷത്രത്തിൽ മാതുല സ്ഥാനിയർക്ക് മരണം സംഭവിക്കുമെന്ന് അദ്ദേഹം എഴുതി. നിങ്ങൾ അമ്മാവാന്ന് വിളിച്ചിരുന്ന ആ രാമകൃഷ്ണപിള്ള മരിച്ചില്ലേ? എടി, അയാൾ എന്റെ അമ്മാവനൊന്നുമല്ല. പിന്നെ ഇത്തിരി പ്രായക്കൂടുതലുള്ളതുകൊണ്ട് അമ്മാവെന്ന് വിളിച്ചു എന്ന് മാത്രം. എന്നാ അത് പോട്ടെ. കഴിഞ്ഞ മാസം ഒരാഴ്ചയിൽ എന്റെ നക്ഷത്രഫലത്തിൽ ഔഷധം കൈകാര്യം ചെയ്യേണ്ടി വരും, കാഞ്ചനദികൾ സ്വന്തമാക്കും എന്ന് അദ്ദേഹം എഴുതി. സുനിലിന് മരുന്ന് വാങ്ങിച്ചോ? ഇന്ദുവിന് അരപ്പവന്റെ ആണെങ്കിലും ഒരു ജോഡി കമ്മല് വാങ്ങിച്ചോ? ഓ, എന്റെ മടയതരം കാരണം പേഴ്സിൽ കുറച്ച് രൂപ വെച്ചോണ്ട് സംഭവിച്ചു. എന്താ? അല്ല, അത് പിന്നെ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ നക്ഷത്രമാണ് ചതയം. സാക്ഷാൽ സ്വാമി ജീവിച്ചിരുന്നാൽ പോലും ഈ ജോത്സ്യൻ ഇങ്ങനെ എഴുതത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനുഭവത്തിൽ ശിവദാസ പണിക്കർ എഴുതുന്നതൊക്കെ അച്ചട്ടാ. ഇരുന്ന് വായിച്ചു പഠിക്ക. എന്റെ ശിവദാസ പണിക്കരെ എന്നോട് ഈ ചതി ചെയ്തല്ലോ. വല്ല പ്രൊമോഷൻ കിട്ടുമെന്നോ, ലോട്ടറി അടിക്കുമെന്നോ, അവാർഡ് കിട്ടുമെന്നോ മറ്റോ എഴുതിക്കൂടായിരുന്നോ? എന്റെ കാര്യം കട്ടപ്പോക. നീ സാറിനോട് പൈസ നീ ചോദിച്ചേ. ഇതാണോ സാറിന്റെ വീട്? ചേച്ചി എവിടെ നിൽപ്പുണ്ട് കേട്ടോ. നമസ്കാരം ചേച്ചി. ചേച്ചി, ശശിധരൻ സാറുണ്ടോ? എന്താ കാര്യം? ഞങ്ങക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നു. മോളെ, ദേ അച്ഛനെ കാണാൻ ആരൊക്കെയോ വന്നിരിക്കുന്നു പറയൂ. നമസ്കാരം സാർ. നമസ്കാരം. വരൂ, അകത്തേക്കൊന്ന് സംസാരിക്കാം. വരൂ. സർ, ഞങ്ങൾ വിമൻസ് കോളേജിൽ നിന്നാ. ഞങ്ങളുടെ ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് സാറിന്റെ ഒരു കവിത അവതരിപ്പിക്കണം. ആരാണ് ഉദ്ഘാടകൻ? ഉദ്ഘാടനത്തിനായി ഒരു സൂപ്പർ സ്റ്റാറിനെ തന്നെ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ. ആണോ? എന്നാണ് ഉദ്ഘാടനം? അടുത്ത 16-ന്. നിങ്ങൾ ഇരിക്കെ, ഞാൻ എന്റെ ഡയറി ഒന്ന് നോക്കട്ടെ. ആ ദിവസം വേറെ വല്ല അപ്പോയിന്റ്മെന്റ് ഉണ്ടോന്ന്. ശരി സാർ. ദേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും കയറി ഇടപെടണ്ട. ഒന്നാമതേ നിങ്ങൾക്ക് സമയം തീരെ മോശമാ. അപ്പോഴാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു കോളേജിലേക്ക്. എടീ, നീ അവർക്കൊക്കെ ചായയോട് ഒരു മര്യാദയൊക്കെ വേണ്ടേ? ചായ മാത്രം മതിയോ? ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ട് പോവാന്ന് പറ. അത്രയും സമയം ഇരുന്ന് സൊള്ളാലോ. നീ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കും.
16-ാം തീയതി എത്ര മണിക്കാണ്? ഉച്ചയ്ക്ക് 2 മണിക്ക്. ഉച്ചയ്ക്ക് 2 മണിക്ക്. അന്ന് എനിക്കൊരു പ്രോഗ്രാം ഉള്ളത് വൈകുന്നേരം 7 മണിക്കാണ്. ഹോ, ഞങ്ങളുടെ ഭാഗ്യം. ഞങ്ങളെല്ലാം സാറിന്റെ ആരാധകന്മാരാ. സന്തോഷം. പിന്നെ സാർ, പറയൂ. ഞങ്ങളുടെ ഈ ഫംഗ്ഷന് കുറച്ച് ചിലവുണ്ട്. അതെ, അതിന് സാറിന്റെ വക എന്തെങ്കിലും സംഭാവന കൂടി. അതിനെന്താ? ദാ. താങ്ക് യു സാർ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ? അല്ല, ഓരോ കപ്പ് കാപ്പ് കുടിച്ചിട്ട്. വേണ്ട സാർ, താങ്ക്സ്. ശരി. അപ്പൊ സാർ ചേച്ചിയും കൂട്ടി വരണം. ഓ, തീർച്ചയായിട്ടും വരാം. ശരി, ശരി. സാർ. ആ. പിള്ളേരുടെ കാര്യത്തിന് 10 രൂപ കിട്ടണമെങ്കിൽ 10 പ്രാവശ്യം ചോദിക്കണം. കുറെ കോളേജ് പിള്ളേരെ കണ്ടപ്പോ ഒരു മടിയില്ലാതല്ലേ 100 രൂപ എടുത്തു കൊടുത്തത്. എന്റെ അല്ലേ ആർട്സ് ക്ലബ് ഇനാഗുറേഷന് എന്തെങ്കിലും സംഭാവന വേണമെന്ന് ചോദിക്കുമ്പോ എന്നെ പോലൊരു കലാകാരൻ എങ്ങനെയാ ഒഴിഞ്ഞു മാറുന്നത്? നീ തന്നെ പറ. അതൊക്കെ പോട്ടെ, മക്കളൊക്കെ എവിടെ? മക്കളെ എന്തു, സുനില്ലേ? അച്ഛൻ വിളിക്കുന്നു. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. അച്ഛാ, നമുക്ക് സിനിമയ്ക്ക് പോകാം. സിനിമയ്ക്ക് പോണോ? ഹായ്, സിനിമയ്ക്ക് പോകാം. ശരി, സിനിമയ്ക്ക് പോവാം. മാറ്റിനിക്ക് പോവാം. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഓരോ ജോഡി ഡ്രസ്സ് എടുത്തതിന് ശേഷം നമുക്ക് പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം. എന്താ? അച്ഛാ, എനിക്ക് ബിരിയാണി വേണം. അച്ഛാ, ബിരിയാണിയുടെ കൂടെ ഐസ്ക്രീമും വേണം. ഓ, എല്ലാം മേടിച്ചു തരാം. അച്ഛാ, ഹൃത്തിക് റോഷന്റെ ഒരു സിനിമ ഇന്ന് റിലീസ് ആവുന്നുണ്ട്. നല്ല ആക്ഷൻ സിനിമയാ. നമുക്കത് കാണാൻ പോവാ അച്ഛാ. ഓ, ഈ ചേട്ടന്റെ ഒരു കൃത്തിക് റോഷൻ. അച്ഛാ, നമുക്ക് ദിലീപിന്റെ സിനിമ കാണാൻ പോകാം. സിനിമ ഏതാണെന്നൊക്കെ നിങ്ങളുടെ അമ്മ തീരുമാനിക്കും. തൽക്കാലം നിങ്ങൾ വഴക്കുണ്ടാക്കാതെ പോയിരുന്ന് പഠിക്കാൻ നോക്ക്. പൊയ്ക്കോ. നമുക്ക് അടുത്ത ആഴ്ച ശാലിനിയുടെ കല്യാണത്തിന് പോണ്ടതാ. ഒരു പട്ടുസാരി വാങ്ങിത്തരണം. വാങ്ങിത്തരാനല്ലേ? ഏ, അയ്യോ, സേർട്ട് തരോ? ഞാനൊരു പാക്കറ്റ് സേർട്ട് വാങ്ങിച്ചോണ്ടരാം. ഈടെയായിട്ട് വലിയ ഇത്തിരി കൂടുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഓ, നിർത്തൂലേ? പിന്നെ നിർത്തും. അച്ഛാ, പോയിട്ട് വേഗം വരണേ. ആ ബിരിയാണിയുടെ കൂടെ മേടിച്ചു തരാമെന്ന് പറഞ്ഞ ആ ഐസ്ക്രീം ഇല്ലേ, അതെനിക്ക് ഇപ്പൊ മേടിച്ചു തരുമോ അച്ഛാ? മേടിച്ചു തരാം. ടാറ്റാ. ടാറ്റാ. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. മിസ്റ്റർ ശശിധരനല്ലേ? എന്നെ മനസ്സിലായോ? ഞാൻ കൃഷ്ണദാസ്. പണ്ട് 8ാം ക്ലാസ് ഒരുമിച്ച് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? ഓ, കൃഷ്ണദാസൻ, ഒരു വക്കീലിന്റെ മകൻ. അതെ, ആ, ഞാനും അച്ഛൻ്റെ പാത തന്നെ അങ്ങ് പിന്തുടർന്നു. ഇപ്പോൾ KFCയിൽ ലീഗൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഈയിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. താനെന്ത് ചെയ്യുന്നു? ഞാനിവിടെ AG's ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. തൻ്റെ കവിതകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ തൻ്റെ ഒരു ആരാധികയാണ്. ഞങ്ങളിവിടെ യമുനാനഗറിലാണ് താമസം. സൗകര്യം കിട്ടുമ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് ശരി. ഓക്കെ, ശരി. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്. ഏതായാലും ഒന്ന് കയറി കണ്ടേക്കാം. അയ്യോ, ഇതാരാ? ശശിധരൻ സാറോ? എത്ര നാളായി ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് പെട്ടെന്ന് ഇതാ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ എന്റെ മുമ്പില്. അല്ല, കൃഷ്ണദാസ് ഇല്ലേ ഇവിടെ? അയ്യോ, മോൻ എന്തോ ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞ് മോനെയും കുട്ടി സിറ്റിയിലേക്ക് പോയി. ഇപ്പം വരും. സാറ് കയറി ഇരുന്നാട്ടെ. വേണ്ട, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. അത് കൊള്ളാം.
സാർ ഇവിടം വരെ വന്നിട്ട് ഒരു കപ്പ് കാപ്പി പോലും കുടിക്കാതെ പോവാന്ന് വെച്ചാ സാർ ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വരണം വേണ്ടായിരുന്നു. വരണം സർ. ശരി, ഇരിക്കണം സർ. പിന്നെ ഞാനും സാഹിത്യത്തിൽ ഇത്തിരി പയറ്റിയിട്ടുണ്ട്. കേട്ട് കാണും വിലാസിനി തലശ്ശേരി. പണ്ടൊരിക്കൽ കോട്ടയ്ക്കൽ വെച്ച് സാഹിത്യ പരിഷത്തിന് ഞാനൊരു കവിത വായിച്ചു. അത് കേട്ട് അന്ന് മഹാകവികൾ വരെ തലകുലുക്കി. അത് കേട്ട ചങ്ങമ്പുഴ പറഞ്ഞത് എന്താണെന്നറിയോ? സാഹിത്യത്തിലെ കളഹംസം. ചങ്ങമ്പുഴയോ? തൊടുപുഴ, മഹാകവി തൊടുപുഴ. എടി ഭാർഗവി, നീ ഇത് എവിടെ പോയി കിടക്കുവാ? സോറി സർ. ഭാർഗവി, എടി ഭാർഗവി, ഓ ഇത് എവിടെ പോയി കിടക്കുവാ? ആ അതെ, നല്ല 2 ചായ എടുക്ക്. എനിക്ക് തീരെ വയ്യ എന്റെ ചേച്ചി, കുളിന്ന് വിറച്ചിട്ട് എണീക്കാൻ വയ്യ. ഓ എന്നാ 10 ഇഡലിയൂടെ കഴിച്ച് പോയി കിടന്നുറങ്ങ്. ഇനി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഐസ്ക്രീം ഒക്കെ അലിഞ്ഞു തീരുമോ? സർ, ചായ തിളയ്ക്കുമ്പോഴേക്കും എന്റെ ചെറിയൊരു കവിത ഞാൻ ചൊല്ലിക്കേൾപ്പിക്കാം. മുഷിപ്പാവോ എന്തോ? സാരമില്ല. സാധാരണ കവികൾ മനുഷ്യന്റെ വികാര വിചാരങ്ങളെ കുറിച്ച് എഴുതുമ്പോൾ ഞാൻ പ്രകൃതിയുടെ മാനസിക സംഘർഷത്തെയാണ് ചിത്രീകരിക്കുന്നത്. മനുഷ്യനെ പോലെ തന്നെ വികാര വിചാരമുള്ള ഒരു മുൾച്ചെടി താൻ അനുഭവിക്കുന്ന അവഗണനയുടെ ഹൃദയ വിലാപമാണ് സർ അക്ഷരങ്ങളിലൂടെ ഈ കടലാസുകളിൽ ഞാൻ കോറിയിട്ടിരിക്കുന്നത്. ഞാൻ വായിക്കാം. ഹാ പ്രപഞ്ചമേ, എന്തിനെന്നെ സൃഷ്ടിച്ചു നീ? ഹാ പ്രപഞ്ചമേ, എന്തിനെന്നെ സൃഷ്ടിച്ചു നീ? ദേ നോക്കണം സർ, സൃഷ്ടികർത്താവിനോട് ആ പാവം മുൾച്ചെടി ഹൃദയം പൊട്ടുമാറി ചോദിക്കുകയാണ്. ഇതുപോലൊരു കൽപ്പന, ഇതുപോലൊരു ഭാവന സാക്ഷാൽ വയലാറിന് പോലും കിട്ടിയിട്ടില്ല. ഫിലിം ഫീൽഡിൽ നിന്ന് ചില ഓഫറുകൾ വന്നിട്ടുണ്ട്. ഞാനിപ്പോ കവിത കേൾക്കാവുന്ന ഒരു മൂഡിലല്ല. ഞാൻ പോയിട്ട് പിന്നീട് ഒരിക്കൽ വരാം. അയ്യോ, ഇതൊരു ചെറിയ കവിതയാ സർ, വെറും 56 പേജേ ഉള്ളൂ. വക്കീൽ സാർ ഇല്ലയോ ഇവിടെ? വക്കീൽ സാർ ഇല്ലയോ? ഒരു പരദൂഷണക്കാരൻ കിളവനാ പുറത്ത്. സാർ ഇവിടെ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്ന കണ്ട അയാൾ 100 കഥകൾ പറഞ്ഞുണ്ടാക്കും. ഞാൻ അയാളെ വേഗം പറഞ്ഞയക്കാം. സാറ് ആ മുറിയിലോട്ട് അയ്യോ, കുഴപ്പമില്ല സർ, ഞാൻ വേഗം പറഞ്ഞു വിടാം. അല്ല വേണോ? അത് കുഴപ്പമില്ല സർ. അല്ല അതല്ല, ഒന്നും വിചാരിക്കരുതേ, ഞാൻ വേഗം വരാം. എന്റെ ദൈവമേ. ആ നമസ്കാരം. നമസ്കാരം. വക്കീൽ സാറില്ലയോ? എന്റെ ഒരു വസ്തുവിന്റെ കേസ് വക്കീൽ ഉണ്ടായിരുന്നു. സാർ പുറത്തു പോയിരിക്കുവാ. കുളിക്കുകയാണോ? എനിക്ക് കുളിക്കുന്നവരെ കാത്തിരിക്കാം. അല്ലല്ല, വക്കീൽ സാറ് രാത്രിയിലേ വരൂ. ഇപ്പൊ പോയിക്കോ, പിന്നെ വന്നാ മതി. ശരണമയ്യപ്പ. ആളൊരു സൽക്കാര പ്രിയാണല്ലോ. സ്ത്രീകളായ ഇങ്ങനെ തന്നെ വേണം. ഞാൻ വന്നുടനെ ചായ റെഡി ആയിക്കൊണ്ടുവന്നല്ലോ. കടിക്കാനൊന്നും ഇല്ലേ? കടിക്കാനുണ്ട്, ഉണ്ട. അരിയുണ്ടയോ അവലോസ് ഉണ്ടയോ? അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? 2 ചേട്ടന്മാര് ഫുൾ ഫാമിലി ആയിട്ടാണല്ലോ. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നേരത്തെ പറഞ്ഞിട്ട് വന്ന അമ്മക്ക് ഇതേപോലെ ഒരു സർപ്രൈസ് ആവില്ലല്ലോ. ഇതുങ്ങളുടെ ഈ ഊണിന് ഞാൻ എന്ത് ചെയ്യും? അയ്യോ, എന്തു പറ്റി നാത്തൂനെ? ഏയ്, നിങ്ങളെ എല്ലാവരെയും കൂടെ കണ്ട സന്തോഷത്തില് എന്റെ BP അല്പം കൂടിയതാ. അമ്മായി BP ഒന്നും കൂട്ടണ്ട, നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് ഞങ്ങൾ പാഴ്സലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, മോനെയും കൊണ്ട് ടൗൺ വരെ പോയതാ. അവനെന്തോ ബുക്കോ പ്രോജക്ടിന്റെ സാധനം വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നത് കേട്ടു. അല്ല, കൊച്ചുമോൻ അങ്ങ് വലുതായല്ലോ. ഇവ വളരും തോറും തനി അമ്മയുടെ ചായ. എന്നാ പിന്നെ അയ്യോ ശരി ശരി. പിള്ളേരൊക്കെ എന്ത് പെട്ടെന്നാ വലുതാവുന്നേ അല്ലേ? സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? ഇതെന്താ വന്ന കാലം നിക്കാതെ അകത്തോട്ട് വാ. വാടാ മോനെ. എത്ര കാലായി എല്ലാരും കണ്ടിട്ട്. ക്രിസ്മസ് ഒക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? വാ വാ വാ.
യാത്രയൊക്കെ സുഖമായിരുന്നോ നാത്തൂനെ? ഓ കുഴപ്പമില്ല, പക്ഷെ കുട്ടു ഒന്ന് ഛർദിച്ചു. അയ്യോ, അതിന്ന് രാവിലെ കഴിച്ച് ഫുഡ് പിടിക്കാനിട്ടാ. മോനിപ്പോ എത്രയിലാ പഠിക്കുന്നേ? അവൻ +2-ന്. ഏത് ഗ്രൂപ്പാ? കോമേഴ്സാ. ഓ, അപ്പൊ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആകണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചു അല്ലേ? അവൻ IAS എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. CA കിട്ടിയാലും മതി അല്ലേടാ? ചേട്ടൻ ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ അല്ലേ? അല്ല, അന്ന് പറഞ്ഞ പ്രൊമോഷന്റെ കാര്യം എന്തായി? അത് ശരി. ചേച്ചിയോ? അത് നേരാ. ഓ പിന്നെ എന്ത് റെസ്റ്റാ? അല്ല, മോനിപ്പോ എത്രാം ക്ലാസ്സിലാ? അവൻ ഇപ്പൊ UKG-ല്. UKG-ലായോ? ശോ, കാലം പോയ പോക്കേ. എത്ര കാലമായി അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്? ഇവൻ എന്നെ ഓർക്കുന്നുണ്ടോ എന്തോ? ഓർക്കുന്നുണ്ടോടാ? ദിവസം 2 നേരം അവൻ അമ്മയുടെ പ്രത്യേകിച്ച് ആ പാവയുടെ കാര്യം. അമ്മു ഇപ്പൊ എത്രയിലാ? ഞാൻ 6ാം ക്ലാസ്സിലാ. എന്നതാ ചേട്ടനും അനിയനും കൂടെ രഹസ്യം പറയുന്നേ? അവനാ ചെണ്ട വിട്ടുന്ന പാവ വേണമെന്ന്. അയ്യോ, അത് ഇതുവരെ മറന്നില്ലേ? ദേ ആ മുറിയിൽ ഇരിപ്പുണ്ട്, ചെന്നെടുത്തോ. ഈ പിള്ളേരുടെ ഞാൻ ചെറുക്കന്റെ കാര്യം ഓർത്തു. കണ്ടതല്ലേ? ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കാന്ന് പറഞ്ഞാ അവന്റെ ഒരു കാര്യം. പിന്നെ ഫ്രഷ് ആവൊക്കെ ചെയ്യും. യാത്രാക്ഷീണമൊക്കെ കാണും. വാ ചേട്ടാ. ഇനി അച്ഛനെ കാത്തുനിന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സിനിമയും ബിരിയാണിയും ഒക്കെ പോയി. അച്ഛൻ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാ പോയത്. രണ്ടുപേരും അകത്ത് പോയിരുന്ന് വലതും എടുത്തു വെച്ച് പഠിക്കാൻ നോക്ക്. നിങ്ങളുടെ അച്ഛൻ ഇത് എവിടെ പോയോ ആവോ? ഇങ്ങനെ ഒരിക്കലും താമസിക്കുന്നതല്ലോ. അളിയ, അളിയന്റെ ബ്ലേഡ് കമ്പനി പോലെ ഒരു ബ്ലേഡ് കമ്പനി തുടങ്ങിയാൽ എന്താണെന്ന് ഞാൻ അങ്ങ് ആലോചിക്കുക. അളിയന് എന്തിനാ ഇനി ഒരു ബ്ലേഡ് കമ്പനി? ഇപ്പൊ തന്നെ സൂപ്പർ ബ്ലേഡ് കമ്പനിയിലല്ലേ ജോലി. അളിയനൊരു കാര്യം ചെയ്യും, ജോലി രാജിവെച്ച് പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങും. അയ്യോ വേണ്ടായേ വേണ്ട. കണ്ട കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും കയ്യിൽ നിന്ന് ഒരു 10 രൂപ വാങ്ങിക്കാൻ പറ്റുന്ന പാടേ ചില്ലറയൊന്നും അല്ല. ഏതായാലും നിങ്ങളൊക്കെ വന്നതല്ലേ, ഇനി 2 ദിവസം ഇവിടെ താമസിച്ച് എൻ്റെ ഭാര്യ വിലാസിനിയുടെ വക കുറെ മഹാകാവ്യങ്ങളും ഒക്കെ കേട്ടിട്ട് പോയാ മതി കേട്ടോ. ഈ അമ്മും കവിത എഴുതും. ആഹാ, അമ്മായിയുടെ അസുഖം ഇത്ര ചെറുപ്പത്തിലെ മോക്കം പിടിപെട്ടോ? അമ്മായിയുടെ കാവ്യരചനാ വാസന അതുപോലെ അവക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ വിലാസിനി, നീ ആ ഭാർഗവയ്ക്ക് എന്തെങ്കിലും കൊടുത്തോ? പാവം പനി പിടിച്ച് കിടക്കുക. പാവം അടുപ്പേന്ന് ചൂടോടെ കഴിച്ചിട്ട് വീണ്ടും കേറി കിടപ്പാ. ജോലിക്ക് ഒരാളിനെ കിട്ടാൻ എന്ത് പ്രയാസമെന്നറിയാം. ഇതൊന്നും അറിയാതെ എന്തെങ്കിലും ഒക്കെ ഓരോന്ന് വിളിച്ചു പറയും. അതുകൊണ്ടൊന്നല്ല അളിയാ, ഇന്നത്തെ കാലത്ത് ഒരാളിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ നീ വിലാസിനി, നീ അങ്ങോട്ട് കൊടുത്തേ, നീ അങ്ങോട്ട് കൊടുക്ക. അളിയന് വല്ലതും വേണോ? അളിയന് വല്ലതും വേണോ? മോനെ എന്തെങ്കിലും വേണേ പറ കേട്ടോ. എന്തെങ്കിലും നീ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. സൂക്ഷിച്ചു. ഒന്ന് കിടക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ. അത് ശരിയാ, ഇതൊക്കെ ഉള്ളതാണ് നടത്തത്. അത് അളിയൻ അവിടെ പോയിട്ട് കറങ്ങിട്ട് വരുമെന്നാണ്. അയ്യോ ദൈവമേ, ഇപ്പൊ ആരെങ്കിലും കയറി വരുമല്ലോ.
നിങ്ങളെല്ലാരും പറയാം ഞാൻ വിശിക്കനാ അയ്യോ. എന്റെ മറത്തിലേക്ക് അറിയാം പിന്നെ കള്ളൻ കള്ളൻ യോ 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 രക്ഷിക്കണേ യോ കള്ളൻ യോ ആരെങ്കിലും ഓടി വരണേ യോ രക്ഷിക്കണേ യോ കള്ളൻ യോ കള്ളൻ യോ യോ ഓടി വരണേ യോ യോ എന്താ എന്ത് പറ്റി? ചേച്ചി ഒരു കള്ളനെ എന്നിട്ട് ഞാൻ കരഞ്ഞ വെള്ളം ഉണ്ടാക്കിയപ്പോ ഇതുവഴി ഓടിപ്പോയി. അയ്യോ ദേ കള്ളന്റെ ചെരുപ്പ്. ആ തുടരുത് തുടരുത് തുടരുത്, ഇത് തൊണ്ടിയാ. അവൻ എവിടെ പോയി ഒളിച്ചാലും ഈ ചെരുപ്പ് ഞാൻ ഏതെങ്കിലും ലാബിൽ കൊടുത്ത് രാസപരിശോധന നടത്തി അവനെ ഞാൻ പൊക്കിയിരിക്കും. ഈ ചെരുപ്പ് ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയം. അതെവിടാ? കള്ളൻ കള്ളന്റെ വഴിക്ക് പോയില്ലേ? നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ദേ ആ ചിക്കനൊക്കെ പൂച്ച കടിച്ചോണ്ട് പോകും. എന്റെ പൊന്നു വിലാസിനി, ഇത് വകുപ്പ് വേറെയാ. വകുപ്പോ? എന്ത് വകുപ്പ്? ആ വകുപ്പ് മോഷണ ശ്രമം IPC 379. മനസ്സിലായോ? ഒരു 2 വർഷം അതിക്രമിച്ച് കിടക്കൻ IPC 448, അതിനും ഉണ്ടൊരു 2 വർഷം. ഭവനഭേദനം, കൊലപാതക ശ്രമം IPC 449 and 450, രണ്ടും കൂടി ഒരു 8 വർഷം. അയ്യോ. 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 അയ്യോ ഉണ്ട്. അയ്യോ പോവട്ടി പോവട്ടി. എന്റെ പൊന്ന് ഹീറ്ററെ, എന്റെ ഉടുതുണി എടുത്തോണ്ടാണല്ലോ നീ പോകുന്നത്. എവിടെയാടി നീ ഓടുന്നത്? നീ എവിടം വരെ ഓടി? നിന്നെ കൊന്നിട്ടേ ഇനി കാര്യമുള്ളൂ. നിനക്കെന്നാ പുച്ഛമാണല്ലേടി? സത്യം പറയടി, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയം നോക്കി നിന്നെ കാണാൻ ആരാടി ഇവിടെ വരുന്നത്? ഒരു ഡ്രൈവറായി എന്നെ നിനക്കൊരു വിലയുമില്ല അല്ലേ? നിന്നെ തല്ലി കൊല്ലും. അല്ലെന്നാ എന്റെ കുറ്റം അല്ലടി നിന്റെ അമ്മയെ തല്ലുന്നത്. എന്റെ മോളാണ് സത്യം. ഇവിടെ ആരും എന്നെ കാണാൻ വരുന്നില്ല. എല്ലാം നിങ്ങളുടെ സംശയമാ. മാള് നോക്കടി, മാമൂക്കോയെ മമ്മൂട്ടിയായിട്ടുള്ള വ്യത്യാസമില്ലേന്ന്. നിന്നെ തല്ലിയിട്ടെന്ത് കാര്യം? നോക്കിക്കോ, ഒരു ദിവസം ഞാൻ രണ്ടിനെയും കൂടെ പൊക്കും. അന്ന് രണ്ടിന്റെ ശവം ഈ മുറ്റത്ത് വീഴും. കയറി പോ, എല്ലാത്തിനും ചവിട്ടി നട്ടലിന്റെ ബോൾട്ട് ഞാൻ നമുക്ക് അകത്തോട്ട് പോവാം.
അയ്യോ അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്. നോക്കിയിരിക്കാൻ തുടങ്ങി. അയ്യോ, നാട്ടുകാരെ, പാടി വരണേ. കള്ളനെ പിടിച്ചു. കള്ളനെ കള്ളനല്ല. പിടിച്ചു. ആ വിറക് വരുന്നത് കയറി. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ അയ്യോ ഞാൻ കള്ളനല്ല. എന്താണ് ഞാൻ പറയുന്നത് please. എത്ര കാലമാണ് അയ്യോ തുടങ്ങി. അയ്യോ ശരിയാക്കി തരാടാ. അയ്യോ ഞാൻ കള്ളനല്ല. സാറായിരുന്നു. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വേലത്തരത്തിനൊന്നും പോയില്ല. നല്ല ഒന്നാന്തര ഒരു ഭാര്യയും 2 കുട്ടികളുമുള്ള സാർ ഈ പണിക്ക് ഇറങ്ങണമായിരുന്നോ? എന്റെ സാറേ, സാറിന്റെ കഷ്ടകാലം തുടങ്ങിയതാ തോന്നണ കേട്ടോ. ഒന്നുമില്ലെങ്കിലും സാറെനിക്ക് ജോലി വാങ്ങി തന്നാണ്. അതെനിക്ക് മറക്കാൻ പറ്റൂ. രാഘവ, ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല. സാറ് പോയാട്ടെ. ആ നല്ല ചാച്ചിയും പിള്ളേരും കാത്തിരിക്കാവും. എന്തൊരു ലതേ, ലതേ, നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. എന്റെ പൊന്നു മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലതേ. ഈ 2 കുട്ടികളാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ഇത് വിശ്വസിക്ക ലതേ. നിന്റെ ജോത്സ്യം പറഞ്ഞാണ് ശരി. ഞാൻ പറഞ്ഞില്ലേ എന്തു കൊടുക്കല ചെന്ന് വീണത്? എല്ലാം ഞാൻ വിശദമായിട്ട് ഒരു സിനിമാ കഥ പറയുന്നത് പോലെ പറഞ്ഞു തരാം. അല്ലെങ്കിലും നിങ്ങൾ അബദ്ധങ്ങളല്ലേ ചെന്ന് ചാടുള്ളൂ. കുട്ടികളെ വിളിക്കട്ടെ. അവരും കേൾക്കേണ്ടതാണ്. ഇതാണ് മക്കളെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പിന്നെ നിന്റെ ആ ജോത്സ്യനുണ്ടല്ലോ, ഓ അയാളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. പിന്നെ ഇതെല്ലാം അടുത്ത ആഴ്ച സംഭവിക്കുമെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. പക്ഷെ അതെല്ലാം ഇന്ന് തന്നെ സംഭവിച്ചു. എന്റെ ജീവിതത്തിലെ കഷ്ടകാലങ്ങളല്ല ഇന്നത്തോടെ തീർന്നു. അപ്പോ ഇനിയുള്ള ജീവിതകാലം നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഓക്കേ?